നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കിത്തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ തുടരും മലയാള മനസ്സിനെ, മലയാളക്കരയെ തിരിച്ചു വീണ്ടും ലാലേട്ട എന്ന് വിളിപ്പിച്ച മോഹൻലാലിനെയും കൊണ്ട് ഇങ്ങനെയും സിനിമ ചെയ്യിക്കാമെന്ന് വീണ്ടും തെളിയിച്ച തരുൺ മൂർത്തി. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നന്ദി. അതുകൂടാതെ ആവശ്യമില്ലാത്ത ആർഭാടങ്ങളില്ല, ആവശ്യമില്ലാത്ത ഹൈപ്പില്ല, ഒരു തരത്തിൽ പോലും മനുഷ്യനെ എന്താ പറയുക, എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ വരാൻ പോകുന്നു, ഇങ്ങനെ മറ്റേ അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളില്ല. സിമ്പിളായിട്ട് ഇറങ്ങി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പഴയ മോഹൻലാൽ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പഴയ മോഹൻലാലിനോ പുതിയ മോഹൻലാലിനോ ഒന്നുമില്ല. കൃത്യമായി മോഹൻലാലിനെ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. മോഹൻലാലിന് അപ്പോഴും പറ്റും, എപ്പോഴും പറ്റും. അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഉപയോഗിച്ചാൽ കയ്യടി നേടുന്നു, അത്രയേ ഉള്ളൂ. അത്രത്തോളം മാത്രമേ എനിക്ക് ഈ സിനിമകളെ കുറിച്ച് പറയാൻ അറിയൂ. നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. 2-2.5 മണിക്കൂർ, 2.25 മണിക്കൂറോളം ഉണ്ട് സിനിമ. ഒരു തരത്തിൽ പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി. ആ സ്റ്റോറിയിൽ നമുക്ക് എന്താ പറയുക, അത്രത്തോളം എന്താ പറയുക, ഈ ത്രില്ല് കൊണ്ടുവരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സസ്പെൻസ് ഭയങ്കരമാണ്. അപ്പം ഒരു ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, ഒരു ഫാമിലിയാണ്. എല്ലാം കൊണ്ടും എല്ലാം കോർത്തിണക്കിയ ഒരു ഗംഭീരമായ സിനിമയാണ് തുടരും. 2 പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് അഭിനയിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥർ, CI SI. അമ്പോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് അവർ. അതൊക്കെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിനക്ക് തോന്നിയ കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മാറുതായാലും ഞാൻ പറയും. എന്തായാലും തോമസ് മാത്യു എന്ന് പറഞ്ഞ പയ്യൻ, അവന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ള അഭിനയിക്കുന്ന റോളുകൾ, അവൻ്റെ രംഗങ്ങൾ കുറവാണ്. എന്നാലും അവൻ ചെയ്തത് ഗംഭീരമായ കാര്യങ്ങളാണ്. അതിനെ കൂടാതെ നമുക്ക് മോഹൻലാൽ എന്ന നടനെ കാണാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുവാണ്. തരുൺ മൂർത്തിക്ക് ഒരുപാട് നന്ദി. അതിൽ കൂടുതൽ സിനിമയെക്കുറിച്ച് പറയാൻ അറിയില്ല, പറയുന്നുമില്ല. എൻ്റെ ജോലിയിലേക്ക് ഞാൻ കിടക്കട്ടെ. എൻ്റെ ജോലിയിലേക്ക് കിടക്കാൻ എന്നെ അനുവദിക്കൂ. നമസ്കാരം. വീണ്ടും നമുക്ക് കുറച്ച് റാൻഡം റീലുകൾ കണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് റിയാക്ട് ചെയ്തങ്ങ് പോവാം. ഈ സിനിമയെക്കുറിച്ച് അത്ര ആധികാരികമായിട്ട് നിരീക്ഷിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അതല്ല അത്യാവശ്യം കൊള്ളത്തില്ല എന്ന് പറയും. ഇല്ലെങ്കിൽ നീയൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കാണിക്കണം, ഇപ്പം മിണ്ടാതെ കണ്ടിട്ട് പോകും. അതല്ല അത്യാവശ്യം പൂറാ കൊടുത്തിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പറയുക തന്നെ ചെയ്യും. നല്ലതാണോ അല്ല എന്ന് പറയും, നല്ല അല്ലെങ്കിൽ നല്ല അല്ല എന്ന് പറയും. നമുക്ക് റാൻഡം റീലുകൾ നിങ്ങളിൽ പലരും അയച്ചു തന്ന റീലുകൾ നമുക്ക് കാണാം. ആദ്യം തന്നെ ഡാപ്സിയുടെ സോങ്ങോ, ഡാപ്സിയുടെ പുതിയ പാട്ടിറങ്ങി. ഓ अरे वाह वाह, अरे ഹൈർ. ഓ സാധനമാണോ അത്? എന്തുവാ? നല്ല ഫ്രണ്ട്സ് ഫ്രൂട്ട് നിനക്കങ്ങ് ആയോടാ തായോളി, നിനക്കങ്ങ് വന്നടാ തായോളി, അമ്പഴ തായോളി. തള്ള ബ്രേസർ ഇട്ടില്ല. തമിഴ് കുണ്ടനാണ്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവത്തില്ലല്ലോ അവന്. ഇതൊക്കെ എനിക്ക് എന്ത് മുമ്പാൻ അയച്ചു തരുന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കിക്ക് ഓഫ് ചെയ്യുന്നു. റെഡി? ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കിക്ക് ഓഫ് കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ശരാശരി 50 വയസ്സുള്ള നമ്മുടെ വെറ്ററൻസ് ആണ് നമ്മുടെ ഇന്നത്തെ കളിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കിക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്ത ടീമിലേക്ക് പോകണം. റെഡി? ഓക്കെ, ശരി.
ഓക്കെ നമ്മൾക്ക് അടുത്ത ടീമിലേക്ക് പോകണം. റെഡി? ഓക്കെ ശരി. എന്റെ പൊന്നു മുട്ടക്കിട്ട് കിട്ടുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. നമസ്തേ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. അതിനാ പറയും പൊക്കി പിടിച്ചിരിക്കുന്ന എന്തിനാ? വന്ന് മര്യാദക്ക് പറഞ്ഞിട്ട് പോയപ്പോരെ അമ്മച്ചി. തെറ്റിദ്ധരിച്ചില്ലടാ നീയൊക്കെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശിവനെ പറ്റി നല്ല രീതിക്ക് പറയുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. അത് ഇതൊരു വല്ലാത്ത പയ്യനാണ് ഇവൻ. ഹലോ ഫ്രണ്ട്സ്, ശിവന് ഇഷ്ടപ്പെട്ട മാലേനെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത് ഗൈസ്. രുദ്രാക്ഷമാല കാണപ്പോൾ തന്നെ അറിയാമല്ലോ. രുദ്രാക്ഷമാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വ്രതമൊക്കെ പിടിച്ചിരുന്ന സമയത്ത് ഞാൻ കഠിന വ്രതത്തിൽ നിന്നപ്പോൾ ഇട്ട മാലയാണ് ഗൈസ്. നീ കഠിന വ്രതത്തിൽ നിന്നാ? ഇപ്പം ആ സീസണാണ്. ഇപ്പം വ്രതം പിടിച്ച് നമ്മളിവിടെ ക്ഷേത്രങ്ങളിലൊക്കെ ശൂലം കുത്തും, ഘോഷയാത്രയും, കാവടി അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ നടക്കുന്ന സമയമാണ് കേസ്. ഇപ്പം ഞാൻ ഇല്ല, താളവടി അതിന് പുരോഗമിച്ചു. ഇപ്പം ശിവഭ്രാന്തിൽ ഇപ്പം എനിക്ക് മുമ്പൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ നല്ല വ്രതം പിടിക്കുന്ന ഈ മാലയിട്ടാണ് കേസ്. അപ്പം രുദ്രാക്ഷത്തിനെ കുറിച്ചാണ് കേസ് ഞാൻ പറയുന്നത്. രുദ്രാക്ഷത്തിൻ്റെ ഈ മുഖങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത് കേസ്. ഏകമുഖം, ദ്രിമുഖം, പഞ്ചമുഖം, ചതുർമുഖം, അഷ്ടപറി, ദ്വപറി, മുതുപറി എന്ന് പറയുന്ന പേരിലാണ് രുദ്രാക്ഷ. പിന്നെ ഇത് മൊത്തം ഇത് 700 രൂപ കൊടുത്ത് വാങ്ങിച്ച മാലയാണ് ഗൈസ്. പിന്നെ അത് കണക്ക് ഇത് മൊത്തം. ഹലോ ഫ്രണ്ട്സ്, ഭയങ്കര യോയും ഫ്രീക്കും കാണിക്കുന്ന അമ്മമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെ ക്യാരക്ടറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ല. അമ്മമാർക്ക് ഒരു ഗുരുത്വമില്ല. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ കേസ്. ഇപ്പം മാതാപിത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിട്ടേക്കാണ്. അവരെ എങ്ങനെയാണ് വളർത്തുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റും. അത് പോട്ടെ, ഈ അല്ലാതുള്ള ഈ വയസ്സായ അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യണം കേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളിയാക്കി അവരെ വിഷമിപ്പിക്കുന്ന രീതിക്കല്ല, തമാശ കാര്യങ്ങളൊക്കെ പയ്യൻ പറയുന്നുണ്ട്. ഇത് ആട്ടുംകാലിനെക്കാട്ടിയും ഭയങ്കര എനർജിയാണ്. ഇതിന്റെ ആടിന്റെ രോമം പോലെ കണ്ടോ? ആടിന്റെ അണ്ടി കണ്ടോ? നമുക്കറിയാവുന്ന വെച്ചാ അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുള്ളൊരു കൊച്ചു, നമ്മുടെ നാട്ടും പുറത്തുള്ളൊരു കൊച്ചാണ്. പക്ഷെ അവള് നല്ല സ്കില്ലുള്ളൊരു കൊച്ചാ, നടക്കാൻ കഴിയും, അടിപൊളിയായിട്ട് അവള് നടക്കും. നമ്മളെ പക്ഷെ അവളുടെ സ്കില്ല് അവള് കറക്റ്റായിട്ട് പുറത്ത് കൊണ്ടുവന്ന നല്ലൊരു സ്കില്ലുള്ള കൊച്ചായിട്ട് മാറേണ്ട കൊച്ചവള്. കഴിഞ്ഞടാ, വർഷങ്ങൾക്ക് മുമ്പുള്ള പറയുന്നിടത്ത് അയക്കാതെ. കൊറേ പുട്ടിയിട്ട് ഇറങ്ങിക്കോളൂ റീൽസ്. ഞാൻ വാങ്ങിയ പൈസ കൊണ്ടിട്ട് നിങ്ങൾ പൈസ കൊണ്ടാണോ ഞാൻ വാങ്ങിച്ചത്? ആ, ഞാൻ വാങ്ങിയ പൈസ കൊണ്ടാ ഇട്ടത്. ഇവരോട് സംസാരിക്കാൻ അല്ലേ മാറി. സംഭവം തുരുത്തിപ്പുറം
ST ലൂയിസ് ചർച്ചിൽ ഞങ്ങൾ നടത്തിയ വിയർപ്പ് ലൈവ് പ്രോഗ്രാമിൽ കർത്താവിൻ്റെ എൻട്രി, കിടില എൻട്രിയാണ്. കർത്താവ് ആകുമ്പോൾ അങ്ങനെ എൻട്രി ചെയ്യും, ആ ഫീൽ കിട്ടി നമുക്ക്. ഈ വീഡിയോ കണ്ടപ്പോൾ അത്രയും ഫീലാണെങ്കിൽ നേരിട്ടാണോ ഭയങ്കര ഫീലായിരിക്കും. അയ്യോ ഒരുപാട് മിനിറ്റ് തരല്ലേ, എനിക്ക് ഒരുപാട് മിനിറ്റ് തരല്ലേ. ഇതൊന്നും അല്ല, നമ്മള് ഇതിലേറെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കൊണ്ടുവരും. കുറെ കാലം കൊണ്ട് നീ പറിക്കുന്നില്ല, മനസ്സിലാലോചിക്കുന്നത്. എടാ ഇതൊക്കെ എൻ്റെ തന്ത്രമാണ്, എൻ്റെ തന്ത്രങ്ങളിലൂടെ നീ പോകുന്നത്. കൂട്ടം വിക്കി തക് പവേഡ് ബൈ രമാ വേണു. ബാക്കി കാര്യങ്ങൾ നമുക്ക് പുതിയ പുതിയ വീഡിയോകളിൽ എല്ലാ ദിവസവും ഞാൻ ഇനി ഓരോന്ന് വെച്ച് അപരാധിക്കാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ ഓരോ അപരാധങ്ങൾ നിങ്ങൾ കാണുക. കേരളാനെ കൂട്ടം വിക്കി തക് വീണ്ടും പവേഡ് ബൈ രമാ വേണു.